ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഒരു അടിപൊളി ജ്യൂസാണ് പരിചയപ്പെടുത്തുന്നത്. പൊട്ടുവെള്ളരി ജ്യൂസ്. നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കക്കരി ജ്യൂസ് എന്നും പറയും കേട്ടോ. നമ്മുടെ ബോഡിക്ക് നല്ല തണവൊക്കെ കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ വെള്ളരി ജ്യൂസ് കഴിക്കുന്നത്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു 45-50 രൂപ വരെ കിലോയ്ക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല മൂത്ത് പാകമായോ എന്നറിയാനായിട്ട് ഇതിങ്ങനെ ചെറുതായി വിണ്ട് തുടങ്ങിയത് വേണം നമ്മൾ വാങ്ങാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വിണ്ടതാണ്, പിന്നെ ഒരെണ്ണം കുറച്ച് വെള്ളാത്തത് നോക്കിയെടുത്തു. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പഴുപ്പിക്കാമെന്ന് വെച്ചിട്ട്. പക്ഷേ അങ്ങനെ നമ്മൾ എത്ര നാൾ വെച്ചാലും അത് നല്ലപോലെ പാകമായി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങുമ്പോൾ ഏകദേശം ഒന്ന് വിണ്ട് തുടങ്ങുന്നത് നോക്കിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് വിണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഒരു ദിവസത്തിനുള്ള തന്നെ ഉപയോഗിക്കണം കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് വെച്ചത് നാശമായി പോകും. അപ്പോൾ ഞാനിത് 2ാമത് വാങ്ങിയ വെള്ളരിക്കയാണ്. ഇത് അത്രയ്ക്കധികം പാകമായി കിട്ടിയിട്ടില്ല കേട്ടോ. അത് വെള്ളാത്തത് നോക്കി എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇത് നല്ല പോലെ പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്കിന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുത്ത് കളയാൻ പറ്റും. അപ്പോൾ ഇത് അത്രയും പാകമാവാത്തത് കൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്കിന്ന് നല്ല പാകമായി കഴിഞ്ഞാൽ നൈസ് തൊലിയായിട്ട് നമുക്ക് കളയാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ അത്രയ്ക്കും ഇതിൻ്റെ സ്കിന്നിൻ്റെ ഭാഗത്ത് അത്രയും പാകമായിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉൾഭാഗം തന്നെ എടുത്താണ് ജ്യൂസിന് തയ്യാറാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നടുവിലത്തെ ഈ കുരു കളയാം. അപ്പോൾ ഞാനിവിടെ കുരു കളയുന്നില്ല കേട്ടോ. ഇതിൻ്റെ കുരുവോട് കൂടി ജ്യൂസ് എടുക്കുമ്പോഴാണ് ചെറിയൊരു പുളിപ്പും കൂടെ നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഇതിന് അത്രയ്ക്കും പുളിപ്പോ മധുരമോ ഒന്നും ഫീൽ ചെയ്യാത്തൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഞാനിതിൻ്റെ മൊത്തത്തിലുള്ള ഭാഗം സ്കിൻ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാതും ഒരു ബൗളിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുരു കടിക്കണമെന്നില്ലെങ്കിൽ കുരു കളയാട്ടോ. എന്നാലും കുരുവോട് കൂടി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. വേനൽക്കാലത്താണ് കേട്ടോ നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടുക. ഒരു ജനുവരി മുതൽ മാർച്ച് ഏപ്രിലൊക്കെ നമുക്ക് ഷോപ്പുകളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ഭാഗത്തല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കിട്ടുമെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഈ ജ്യൂസും ഈ വെള്ളരിക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും പറയുക. നമ്മളിത് പൊതുവെ പൊട്ടുവെള്ളരി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഒരു കനുള്ള സ്പൂൺ എടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നല്ലപോലെ പാകമായ വെള്ളരിക്കുകയാണെങ്കിൽ നമ്മളിതുപോലെ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്താൽ തന്നെ നല്ലപോലെ വെള്ളമായിട്ട് വരും. അപ്പം ഈ ജ്യൂസ് ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കേണ്ടത്. ഇത് മിക്സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. നമുക്ക് ചെറുതായി ഒന്ന് ഉടച്ചിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിനുള്ള പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളമായിട്ട് നമുക്ക് ഈ ജ്യൂസ് കിട്ടും. അപ്പോൾ നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് ഇവിടെ തയ്യാറായി. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നല്ല വിണ്ടത് നോക്കി നല്ല ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക. ശരീരത്തിന് നല്ല തണവാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.